ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും നല്ല മഴയാണ്, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അപ്പം ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തിടുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ കാണുമായിരിക്കും. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് വിട്ട് കളയണം. അപ്പം ആദ്യം തന്നെ എനിക്ക് കുറേ ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എണീറ്റപ്പോൾ തന്നെ കുറേ ലേറ്റായി. അപ്പോൾ അതാക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പം ഞാൻ വേഗം കുക്കിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി, അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ട് പിന്നെ ക്ലീനിങ്ങിലേക്ക് പോയി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായതുകൊണ്ട് വേഗം ക്ലീനിങ് ഒക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. എത്ര ക്ലീൻ ചെയ്താലും എന്നും നല്ല പൊടിയും അഴുക്കൊക്കെ ആവുന്നുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലമല്ലേ. അങ്ങനെ അതൊക്കെ വേഗം ചെയ്ത് തീർത്തിട്ട് അവൾക്കുള്ള ഫുഡൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം 1 മണിയൊക്കെ ആയി ഏകദേശം. അന്നേരം അതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവളുടെ കാര്യമൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ എനിക്ക് സമാധാനമാണ്. ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അതല്ലെങ്കിലും എല്ലാ അമ്മമാരും അങ്ങനെ ആണല്ലോ അല്ലേ. പിന്നെ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് അവളെ രണ്ടാമത്തെ കുളിയും കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുണ്ട്. ഡെയിലി മാറ്റും, പക്ഷേ ഡ്രൈ ഷീറ്റ് ഞാൻ അങ്ങനെ എന്നും മാറ്റില്ല കേട്ടോ. വീക്കിൽ വൺസൊക്കെ ഡ്രൈ ഷീറ്റ് മാറ്റാറുള്ളൂ, കാരണം അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ വേഗം മുഷിയാറില്ല കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുളിക്കാനുണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഫുഡ് കഴിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഉച്ച 2:30-3 മണിയൊക്കെ ആകുമ്പോഴേ കുക്കി ഉറങ്ങുള്ളൂ. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ രാത്രിയിലത്തേക്ക് വേണ്ടതും കൂടെ ആക്കി വയ്ക്കും. കാരണം വൈകുന്നേരം ഒന്നും ചെയ്യാൻ വിടില്ല. ഉണർന്നിരിക്കുകയാണെങ്കിൽ എപ്പോഴും അവളുടെ കൂടെ തന്നെ ഇരിക്കണം, അവൾ കളിക്കുന്നതിൻ്റെ കൂടെ കളിക്കണം. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു സമയങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ വേഗം ഫുഡൊക്കെ ആക്കി വയ്ക്കാറ്. പിന്നെ പുറത്ത് നല്ല മഴയുണ്ട്, അതിൻ്റെ ഇടയിൽ തുണി അലക്കിയത് വിരിച്ചിടാനുണ്ടായിരുന്നു. ഇതിനൊക്കെ ആയിട്ട് കുറേ കാര്യത്തിന് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന പുറകെയൊക്കെ സ്റ്റാൻഡും എടുത്തിട്ട് പോലെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് പിന്നെ എനിക്ക് മുന്നേ ഉള്ള പണികളാണ്. കുക്കി ജനിക്കുന്നതിന് മുന്നേ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അവളുടെ കാര്യം കൂടെ നോക്കണം, അത്രേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താ, പുറത്തു നിന്നുള്ളവരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടീനെ നോക്കി ഇരുന്നാൽ മതിയല്ലോ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ കുട്ടീനെ നോക്കലെന്ന് പറയുന്നത് ഒരു ചില്ലറ പണിയൊന്നുമല്ല. നമ്മളെപ്പോലത്തെ കുറച്ച് ആൾക്കാർക്കൊക്കെ അത് ചിലപ്പം മനസ്സിലാവുമായിരിക്കും. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഞാനങ്ങനെ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അവർക്കൊന്നും ഇത് മനസ്സിലാവില്ല, ആ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ. അപ്പം ഉച്ചയ്ക്ക് കഴിക്കാൻ എനിക്ക് ചമ്മന്തിയും മുട്ട പുഴുങ്ങിയതായിരുന്നു കേട്ടോ, കാരണം വേറൊന്നും വെക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇത് ഞാൻ രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ട് ബാജിക്കറി ആക്കിയതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആക്കി വെക്കാറ്. അപ്പോൾ വേഗം ഞാൻ കുറച്ച് ബാജിക്കറി ഉണ്ടാക്കി. കുറച്ച് സവാളയൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ അതിൻ്റെ കൂടെ കുറച്ച് പെരുംജീരകമൊക്കെ ഇട്ട്, പിന്നെ പൊട്ടറ്റോ, ക്യാരറ്റ് ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടെ ഇട്ട് വഴറ്റി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കും. ഒരു 4 വിസിൽ കൊടുക്കും. അപ്പോഴത്തേക്കും അത് നല്ല റെഡി ആയിട്ട് കിട്ടും, നല്ല വെന്തുടഞ്ഞ് കിട്ടും. അപ്പം നമ്മളെ ആവശ്യത്തിന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുത്താൽ മതി, കുറുക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി എടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഈ സമയത്ത് കുക്കി നല്ല ഉറക്കമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുക്കി ഉറങ്ങുന്ന സമയത്താണ് ഞാനിതൊക്കെ ചെയ്യുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയാണ്, അത് ഞാൻ രാത്രിയിലേ ആക്കുകയുള്ളൂ. ചിലപ്പോൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിക്കും, അല്ലെങ്കിൽ സാധാ നമ്മൾ വീട്ടിൽ തന്നെ ആക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുക്കി എണീക്കുമ്പം കൊടുക്കാനുള്ള സ്നാക്സാണ് ആക്കുന്നത്. ഇന്ന് ബനാന ബട്ടറിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഡെയിലി ഒരേ ഐറ്റം തന്നെ കൊടുക്കില്ല, കാരണം അവൾക്ക് വേഗം മടുപ്പ് വരും. അപ്പോൾ കറിയും ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവൾക്കുള്ള സ്നാക്സ് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് കഴിക്കുന്നത്, കാരണം അവൾക്ക് ബനാന അത്ര ഇഷ്ടമല്ല. പിന്നെ ആക്കിയത് വേസ്റ്റ് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ എനിക്ക് ഏടത്തിയമ്മ നല്ല ചക്ക വേവിച്ചത് കൊണ്ട് തന്നു കേട്ടോ. മഴയൊക്കെ ആയിരുന്നു, അതും ചായയും കൂടെ കഴിച്ചു. അപ്പം എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.